ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നപ്പോഴും ദിവ്യകാരുണ്യ ഭക്തിയിൽ വേരൂന്നിയ ജീവിതം വഴി ഇഹലോക ജീവിതം ധന്യമാക്കി കടന്നുപോയ 27 വയസ്സുകാരി അജ്ന ജോർജ്. ഓർമ്മ വച്ച നാൾ മുതൽ ദിവ്യകാരുണ്യ ഭക്തിക്കായി ജീവിതം സമർപ്പിച്ച് ക്യാൻസറിന്റെ അസഹനീയ വേദനകളെ പരാതികളില്ലാതെ ഏറ്റുവാങ്ങി ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചുകൊണ്ട് മരണം തൊട്ടടുത്തെത്തിയപ്പോഴും ദിവ്യകാരുണ്യനാഥനെ പുഞ്ചിരിയോടെ ചേർത്തുപിടിച്ച അജ്നയുടെ ദിവ്യകാരുണ്യ ഭക്തിയും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതവും ഷെക്കേന ന്യൂസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കാൻ മത്സരിച്ചവൾ. ക്യാൻസർ കോശങ്ങൾ കണ്ണും കാതും കരളും വായും താടിയെല്ലും കാർന്നെടുത്തപ്പോഴും പുഞ്ചിരി തൂകിയവൾ. വേദനയാൽ പുളയുമ്പോൾ പോലും വേദന സഹിച്ച് നടന്നു തന്നെ പള്ളിയിൽ വരണമെന്ന് വാശി പിടിച്ചവൾ. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ പോലും ഈശോയെ തരണമെന്ന് നിർബന്ധം പിടിച്ചവൾ. വേദനകളുടെ ലോകത്ത് നിന്ന് ദൈവം അവളെ തിരിച്ചു വിളിക്കാൻ സകലരും പ്രാർത്ഥിച്ചപ്പോഴും സഹനങ്ങൾ കൂടുതൽ തരാൻ ഈശോയോട് അപേക്ഷിച്ചവൾ. സകലരെയും അത്ഭുതപ്പെടുത്തിയ അജ്നയ്ക്ക് ഏറ്റവും ചേരുന്നത് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിന്റെ സഹോദരി എന്ന വിശേഷണം തന്നെയാകും. ആദ്യ കുർബാന സ്വീകരണ സമയം മുതൽ തന്നെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി അജ്നയ്ക്ക് ഉണ്ടായിരുന്നു. കോളേജ് പഠന കാലയളവിലും രോഗതീവ്രതയുടെ ദിനങ്ങളിലും വിശുദ്ധ കുർബാന അവൾ മുടക്കിയിരുന്നില്ല. ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അജ്ന നയിച്ചത്. ക്യാൻസറിന്റെ അതികഠിനമായ രോഗപീഠകളുടെ നാളുകളിൽ പോലും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് അജ്ന വാശി പിടിച്ചു. വിശുദ്ധ കുർബാനയായിരുന്നു അജ്നയുടെ ശക്തിയും ബലവും. രാത്രിയിലൊക്കെ ഭയങ്കര പെയിൻ വരും. പെയിൻ വന്നിട്ട് രാത്രിയിൽ ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ രാവിലെ ഞാൻ പറയും, മോനെ ഇന്ന് രാവിലെ പോകണം, നമുക്ക് വൈകുന്നേരം പോവാം എന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കത്തില്ല. രാവിലെ തന്നെ പള്ളിയിൽ പോയിരിക്കും, നിർബന്ധമാണ് രാവിലെ തന്നെ പോകണമെന്നുള്ളത്. അത് എത്ര വയ്യെന്ന് പറഞ്ഞാലും അവിടെ പോവും. അവിടെ കുർബാനയുടെ സമയത്തൊക്കെ ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, കാരണം രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാൽ പോലും ഡെസ്കിലൊക്കെ പിടിച്ച് നിന്ന് കുർബാന സ്വീകരിച്ചിട്ടേ വരുള്ളൂ. കുർബാന കാണാതെയുള്ള ഒരിക്കലും കോളേജിൽ പോയിട്ടില്ലെന്ന് തന്നെ പറയും. അത്രയ്ക്ക് ഭക്തി ഉണ്ടാണ്. ഭക്തി തന്നെല്ലാം ഈ ചെറിയ ഈ ആദ്യ സംസാരത്തിന് കുർബാന കൈക്കൊള്ളുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ദൈവത്തിനെ കാണുന്നത് പോലെയാണ്. രാജഗിരി കോളേജിൽ പഠിപ്പിക്കുവാനായി നിയമനം ലഭിച്ച അതേ ദിവസം തന്നെയാണ് അജ്നയുടെ ബയോപ്സി റിസൾട്ട് വന്നത്. താടിയെല്ലിന് സാർക്കോമ എന്ന വിഭാഗത്തിൽപ്പെട്ട ക്യാൻസർ ബാധിച്ചു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും രോഗബാധിതമായ ഭാഗം മുറിച്ചുകളഞ്ഞ് അവിടെ കാലിന്റെ ഒരു എല്ല് എടുത്തു വെച്ച് പിടിപ്പിക്കണം എന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷന് ശേഷം രണ്ടാമതും മൂന്നാമതും ക്യാൻസർ ബാധിച്ചു. അവള് ചിരിച്ചോണ്ട് തന്നെ, അവളുടെ മുഖം ഒരിക്കലും മാറിയിട്ടില്ല. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ തന്നെ നിന്നിട്ടുള്ളൂ. എല്ലാം ആ സർജറിക്ക് കയറ്റുന്നതിന് മുമ്പ് വരെ അവള് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. ഒന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് അവള് ചിരിച്ചു തന്നെയാണ് നിന്നത്. ആ സമയത്തൊക്കെ ആൾക്ക് ഞാൻ ചോദിച്ചു, കുഞ്ഞ് നീ എങ്ങനെ ഇതെല്ലാം സഹിക്കണു ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വേദനയൊന്നും ഇല്ലല്ലോ, എനിക്ക് സർജറി ചെയ്തതെല്ലാം മയക്കത്തിലല്ലേ, എനിക്ക് വേദനയൊന്നും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കാലിൻ്റെ ആ ഒരു ഗ്രാഫ്റ്റ് അതിനകത്ത് ഇൻഫെക്ഷൻ ആയപ്പോൾ അത് മാത്രം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആൾ കരയുകയും ചെയ്തു. ആദ്യം അങ്ങനെ അത്രയും വലുതായിട്ട് അത്രയും കരഞ്ഞത് അത്രയും പെയിൻ ഉണ്ടായിട്ടാണ്. ആൾ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വന്ന സമയത്തൊക്കെ നല്ല കരച്ചിലായിരുന്നു. അപ്പം ചെറുപ്പത്തിലുള്ള ഒരാളാണെങ്കിൽ ഒരു ചെറിയൊരു ഇത് മതി ആൾക്ക്, ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. ആ ആളാണോ ഇത്രയും ഫേസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നല്ല
ഭയങ്കര അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞു. അജിനയ്ക്ക് ഒരു പല്ലുവേദന എന്നും പറഞ്ഞാണ് ഞങ്ങളിവിടെ ദന്തൽ ഡോക്ടറെ കാണാൻ പോയതാണ്. അവിടെ ചെന്നു പല്ല് പറിച്ചൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും എൻ്റെ കവിള് കടിക്കുന്നെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കവിളെ പിടിച്ച്. അപ്പോൾ അത് വീണ്ടും അവിടെ ചെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു മരവിപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നിയൊരു ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു സർജൻ വരും, ആ സർജനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ സർജൻ വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടറെ കണ്ടു, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ ജോർജ് ഡോക്ടറെ. അപ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് ഡോക്ടർ ആ എടുത്ത പല്ലിൻ്റെ അകത്തു നിന്നതിന് ചെറിയൊരു ബയോപ്സിക്ക് എടുത്തു, സിസി കൊടുത്തു. പക്ഷേ അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും ഡോക്ടർ പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അഡ്മിറ്റായിട്ട് അവിടെ വെച്ചൊരു ചെറിയ സർജറി നടന്നു. അത് ഈ താടിയയിൽ നിന്ന് ബയോപ്സിക്ക് എടുത്തു. അതിൽ നിന്നാണ് അറിഞ്ഞത് ഇത്. പക്ഷേ ഞങ്ങൾ ഇത് ഒരു 2017 മെയ് 25 അന്ന് രാവിലെയാണ് അറിയുന്നത്. രാജഗിരി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതങ്ങനെ പോകാനിരിക്കുമ്പോഴാണ് ഡോക്ടർ അവിടെ നിന്ന് വിളിക്കുന്നത്, നിങ്ങൾ ഉച്ചകഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരണം, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ വെച്ചാണ് അറിയുന്നത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ തകർന്നു പോയി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ വന്ന് മോളോടത് പറഞ്ഞിട്ട് അത് കർത്താവിൻ്റെ പദ്ധതിയല്ലേ, അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഒരു വിഷമം ഒന്നും കാണിച്ചില്ല. പിന്നെ ആ ജൂൺ 12 ഫസ്റ്റ് സർജറി ചെയ്തു. അതൊരു സർജറിക്ക് ഇങ്ങനെ ഇടത് കാലിൽ നിന്നാണ് എല്ലാം എടുത്തിട്ടാണ് ഇവിടെ താടിയലിൽ വെച്ചത്. അത് ഇൻഫെക്ഷനായിട്ടൊരു 1.25 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും കാല് കുത്തി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വോക്കറിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ നടക്കാൻ തുടങ്ങിയെങ്കിലും ഉപ്പൂറ്റി നിലത്ത് മുട്ടത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞൊരു ദിവസം പെട്ടെന്ന് കർത്താവായിട്ട് തന്നെ കാല് നിലത്ത് മുട്ടി. അങ്ങനെയൊരു കരുണ കർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാല് നിലത്ത് മുട്ടി. പിന്നെ കുഴപ്പമില്ല, എന്നാലും കാലിനൊരു ചെറിയ ബലക്കുറവ് പോലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പോയി. പിന്നെ പിന്നീടാണ് ഒരു വർഷം, പിന്നത്തെ ജൂണിലാണ് 2018 ജൂണിലാണ് ഇവിടെ തേവരയിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഫെബ്രുവരി ആയപ്പോഴത്തേക്കും വീണ്ടും ചൊടിപ്പുറത്ത് മാറി, വീണ്ടും ട്യൂമറായി. അത് സർജറി ചെയ്തു. മൂന്നാമത് വീണ്ടും വന്നു. മെയ്യിൽ വീണ്ടും സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലായിടത്തുമായി സ്പ്രെഡായിട്ട് എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. അങ്ങനെ 4ാമത്തെ സർജറി വീണ്ടും വലത് കാലിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഇതെല്ലാം വെക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലത്തേക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഒരു ഉള്ളിൽ നിന്നൊരു ട്യൂമർ ചെറുതായിട്ട് തുടങ്ങി. ആദ്യം കുറച്ച് കാലം അങ്ങനെ ചെറുതായിട്ട് നിന്നെങ്കിലും പിന്നെ അതങ്ങ് സ്പ്രെഡായി, വായിലെല്ലാം ആയി. പിന്നെ പുറത്തേക്ക് മുഖത്തെല്ലാം വന്നു. പിന്നെ അത് എല്ലാം പഴുത്തു. പിന്നെ ആകെ മുഖം മുഴുവനും ആവുകയായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, ഈ സൈഡിൽ മൊത്തം പോലെ അകത്തും വന്നു കഴിഞ്ഞപ്പോൾ ശ്വാസനാളത്തിൽ പ്രസ്താവം ഉള്ളിൽ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് കണ്ട് ബുദ്ധിമുട്ട് തോന്നും. കോവിഡ് ദിനങ്ങളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ മാതാവിനൊപ്പം അജ്ന പോകുമായിരുന്നു. അജ്നയുടെ ദിവ്യകാരുണ്യ ഭക്തിയും തീക്ഷ്ണതയും മനസ്സിലാക്കിയ വൈദികർ അജ്നയ്ക്ക് മുടങ്ങാതെ ദിവ്യകാരുണ്യം നൽകുമായിരുന്നു. ഓരോ സർജറിക്ക് പോകുമ്പോഴും കയറുന്നതിന് മുമ്പേ അവിടെ എടപ്പള്ളി പള്ളിയിൽ നിന്ന് പെപ്സനച്ചെന്ന അച്ഛൻ വന്ന് കുർബാനയ്ക്ക് കൊടുത്തിട്ടാണ് കയറിയിരുന്നത്. അങ്ങനെ സർജറിക്ക് കയറിയിരുന്നത്. അങ്ങനെ കുർബാന കാണാതെ എത്ര വയ്യെന്ന് പറഞ്ഞാലും കുർബാന സ്വീകരിക്കും. നല്ല ഭയങ്കര സ്ട്രിക്റ്റ് കോവിഡായിരുന്നു. ആദ്യത്തെ കോവിഡ് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ സമയത്ത് പോലും ഇവിടെ ആശ്രമം പള്ളിയിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട്
ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമായിരുന്നു കുർബാന സ്വീകരിക്കാൻ. അച്ഛൻ തന്നെ പേടിച്ചിട്ടാണ് എങ്കിൽ പോലും കുർബാനയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ അതുപോലെ മൂന്നാമത്തെ കോവിഡിൻ്റെ സമയത്തും കുർബാനയില്ലായിരുന്ന സമയത്ത് ഇവിടെ എളംകുളം പള്ളിയിലത്തെ അച്ഛൻ അവരെ അച്ഛന്മാർ രണ്ടുപേരും മാറി മാറി കുർബാനയില്ല, കുർബാന സ്വീകരിക്കാനായിട്ടുള്ള കൊടുക്കുമായിരുന്നു. അങ്ങനെ അച്ഛനെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛന്മാർക്ക് ഇച്ചിരി പേടിയുണ്ട്, കാരണം പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ പക്ഷേ ഇതിങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ പിന്നെ അവർ വരാൻ പറയും. അങ്ങനെ ഇങ്ങനെ കുർബാന ഇല്ലാതിരുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും പോയി കുർബാന സ്വീകരിക്കുമായിരുന്നു. ഓംസ്വരം പള്ളിയിലെ SH സെമിനാരിയിലെ ഒക്കെ പോയി കുർബാന സ്വീകരിക്കുമായിരുന്നു. പിന്നെ എന്നിട്ടും ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും വലിയ മാസ്ക് വെച്ചിട്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ട്യൂമർ ഇവിടം വരെ ഉണ്ടാവും. ആ മാസ്ക് വെച്ച് ഇങ്ങനെ ഈ ഒരു കണ്ണ് മാത്രം പുറത്താക്കിയിട്ട് ഇങ്ങനെയാണ് പള്ളി പോയിക്കൊണ്ടിരുന്നത്. ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു ഇതിനകത്ത് എന്തായിരിക്കുന്നത്, എങ്ങനെയാണ് മുഖം എന്നുള്ളത്. ഇത്രയും കാലം ഈ പള്ളിയിൽ പോയിട്ട് പള്ളിയിലുള്ള ഒരാൾക്ക് പോലും അറിയത്തില്ലായിരുന്നു, അച്ഛന് പോലും അറിയത്തില്ലായിരുന്നു. അച്ഛൻ അവസാനം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഈ മുഖം ശരിക്കും കാണുന്നത്. അത്ര ഭയങ്കരമായിരുന്നു മുഖത്തിൻ്റെ അവസ്ഥ. എല്ലാം പഴുത്തു, ഇവിടെയൊക്കെ തൊള, കൈ വിരലിടാം അതുപോലത്തെ തൊളയായിരുന്നു. ഈ മൂക്കൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയി. അങ്ങനെയൊക്കെ വല്ലാത്ത അവസ്ഥയായിരുന്നു, കണ്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ കർത്താവായിട്ട് ഞങ്ങൾക്ക് ബലം തന്നതുകൊണ്ട് കണ്ടു. ലോക്ക്ഡൌൺ കാലത്ത് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ദിവ്യബലികൾ വിലക്കപ്പെട്ടപ്പോഴും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ അവൾ കാണിച്ച നിർബന്ധ ബുദ്ധി അമ്പരപ്പിക്കുന്നതായിരുന്നു. രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരാഴ്ച അജ്നയുടെ ഇടവകയായ സെയിന്റ് പാട്രിക് ഇടവക വികാരി ഫാദർ ജീൻ ഫെലിക്സിന് തന്റെ അജപാലന ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. ആശുപത്രി മുറി ദിവ്യകാരുണ്യാരാധന ചാപ്പലാക്കി മാറ്റിയ ദിനങ്ങളായിരുന്നു അത്. അവൾക്ക് നൽകാനായി കൊണ്ടുപോകുന്ന തിരുവോസ്തിക്ക് മുന്നിൽ 1 മണിക്കൂറോളം സമയം മനസ്സുകൊണ്ട് സ്തുതിയാരാധനകൾ അർപ്പിച്ച ശേഷമാകും അവൾ ഈശോയെ നാവിൽ സ്വീകരിക്കുക. ഈശോയോട് ചെന്ന് കഴിഞ്ഞ് നേരത്തെ അവൾ കണ്ണു തുറക്കും. അവൾ നല്ല കോൺഷ്യസ് ആയിരുന്നു. അവൾ കണ്ണു തുറക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം കുർബാനയുടെ ഭാഗങ്ങൾ തന്നെ അനുതാപ ശുശ്രൂഷ ചെല്ലും. അപ്പോൾ സർവശക്തരായ ദൈവത്തോടും സഹോദരൻ എന്നുള്ള അനുതാപ ശുശ്രൂഷയുടെ പ്രാർത്ഥന ജപത്തിൽ പങ്കുചേരുമ്പോൾ അവൾ കൈകൾ വിരിച്ചു പിടിക്കുമായിരുന്നു. ഈ ആശുപത്രി കിടക്കയിൽ ഇത്രമാത്രം വേദന. ആ സമയത്തൊക്കെ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് എല്ലുകളെല്ലാം കാണാം. ഇവിടെയുള്ള എല്ലുകളും താടിയെല്ലും ഒക്കെ നമുക്ക്, താടിയെല്ലില്ല, അവരുടെ സ്റ്റീലിട്ടേക്കുന്നതൊക്കെ കാണാം. അവൾ സംസാരിക്കുമ്പോൾ, ശ്വാസം കഴിക്കുമ്പോൾ ഒക്കെ മുഖത്തുനിന്ന് പേശികളൊക്കെ അനങ്ങുന്നതും ഈ എല്ലുകളൊക്കെ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്താണ് അവൾ കൈകൾ വിരിച്ചു പിടിക്കുന്നത്. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് വ്യക്തമല്ലാത്ത ഭാഷയിൽ അവൾ ഈ ജപം ചൊല്ലും. അതിനുശേഷം അന്നത്തെ ദിവസത്തെ സുവിശേഷം ഞാൻ വായിക്കും. ആ സുവിശേഷം അവൾ കേൾക്കും. അതിനുശേഷം പ്രത്യുത്തരിക്കും. പിന്നീട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലും. പിന്നീട് ഈശോയോടുള്ള കുറച്ച് സ്തുതികളും ആരാധന ജപമണികളും സ്തുതികളൊക്കെ ചൊല്ലും. അങ്ങനെ ഒരു തിരുമണിക്കൂർ ആരാധന അവളുടെ ആശുപത്രി കിടക്ക ആ ഒരു ആരാധന നമ്മുടെ ചാപ്പലായിട്ട് മാറ്റുന്ന, സക്രാരിയായിട്ട് വരെ മാറ്റുന്ന അവസ്ഥയിലാണ് ഈ 6 ദിവസം, അവസാനത്തെ 6 ദിവസം ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് അവൾ ഈശോനെ സ്വീകരിക്കുന്നത്. ഇനി ഈശോനെ സ്വീകരിക്കാൻ നമുക്കറിയാം വായൊക്കെ അടഞ്ഞുപോയി, ദേശമൊന്നും അടഞ്ഞുപോയി. അപ്പോൾ ഈ പള്ളിയിൽ അവസാന കാലം ഒരു 7 മാസത്തോളം അവൾ വരുമ്പോഴും ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആളുകളുടെ കൂടെ വന്ന് സ്വീകരിക്കുക. അപ്പോൾ മാസ്കിന് പകരം വലിയൊരു ടവൽ പോലെയുള്ള ഒരു ടർക്കി പോലെയുള്ള സംഭവം വെച്ചിട്ടാണ് അവിടെ മുഖം മുഴുവനും കവർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് പള്ളിയിൽ വന്ന് വെച്ചത്. എന്നിട്ട് നമ്മളുടെ ഒരു തള്ളവരിൽ കയറില്ല, ചെറുവരിൽ കയറുന്ന തരത്തിലുള്ള ഒരു ഹോള് മാത്രം വായിലുള്ളൂ. അവിടെ അവൾ ഈശോയെ വെക്കും. എന്നിട്ട് വീട്ടിൽ ചെന്ന് അമ്മയും അവളും കൂടി ചേർന്നിട്ട് ഈ വെള്ളത്തിൽ ചെറിയൊരു ഗ്ലാസ്സിൽ അലിയിച്ചിട്ട് വയറ് തുളച്ച് ഭക്ഷണം കഴിക്കാനായിട്ട്, ഭക്ഷണം എല്ലാം കുറേ മാസങ്ങളായിട്ട് ട്യൂബിലൂടെയാണ്. അപ്പോൾ ആ ട്യൂബിലൂടെയാണ് അവൾ ഈശോനെ സ്വീകരിക്കണേ. ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇവിടെ വെച്ച് ലോക്ക്ഡൗണിൽ പള്ളിയിൽ ഞാൻ കുറേ ദിവസം വീട്ടിൽ കൊണ്ടേ കൊടുത്തു. അതിനുശേഷം അവളും അമ്മയും കൂടി ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുമായിരുന്നു. 1 മാസത്തോളം പള്ളിയിൽ വന്നു. അപ്പം മേടയിൽ വെച്ച് ഈശോനെ കൊടുക്കും. അതിനുശേഷം അമ്മയും മോളും കൂടി ഗസ്റ്റ് റൂമിലേക്ക്, മേടയിലുള്ള ഗസ്റ്റ് റൂമിൽ പോയി അവിടെ വെച്ചിട്ട് ഈ ട്യൂബിലൂടെ ഈശോനെ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ 1 മാസത്തോളം ചെയ്തായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ആശുപത്രി കിടക്കയിൽ അവസാന ദിവസങ്ങളിലൊക്കെ ആയപ്പോൾ വേദന കൊണ്ട് തീവ്രമായ സമയത്തും ഇങ്ങനെ ഒരു തിരുമണിക്കൂർ ആരാധനയൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ ഈശോ സ്വീകരിക്കുന്നത്. ഞാൻ 1.5 മണിക്ക് ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു ഈശോനെ കൊണ്ട്, രോഗീലേപനം കൊണ്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് രോഗീലേപനം കൊടുത്തു, ഈശോയെ കൊടുത്തു, ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ആരാധനയും കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ കണ്ണ് തുറക്കുന്നില്ല, ഇതൊക്കെ പക്ഷേ ശ്വാസമെല്ലാം ഉണ്ട്. ഈശോയെ കൊടുത്തു. കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം ഈശോ മറിയം ഔസേപ്പേ എന്നുള്ള ജപം ചൊല്ലി.
ഞാൻ പറഞ്ഞ ഒരു 21-ാം തീയതി വെള്ളിയാഴ്ച കൃത്യം 3 മണിക്ക്, അതായത് അവളുടെ കൈ പിടിച്ച് ഈശോ മറിയ ഔസേപ്പ് ജപം ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ച് ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ 3 മണി സമയത്ത് അവളുടെ അവസാന ശ്വാസമായിരുന്നു. ഇതിന് സാക്ഷിയാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും അന്ന് ഒരു വിശുദ്ധയുടെ മരണം നേരിൽ കണ്ട, അതിന് സാക്ഷിയാകാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചല്ലോ എന്നോർത്തപ്പോഴായിരുന്നു ദൈവത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ കാരുണ്യത്തിന് മുമ്പിൽ ഞാൻ ശിരസ് നമിച്ചത്. ജനുവരി 21 മരണമടഞ്ഞ അജ്നയുടെ മൃതസംസ്കാരത്തിന് 1 മണിക്കൂർ മുൻപ് തേവര SH കോളേജിന്റെ മാനേജർ ഫാദർ പൗലോസ്, അജ്നയുടെ മറ്റൊരു പ്രിയ സുഹൃത്തായിരുന്ന ഫാദർ ജോസഫ് എന്നിവരോടൊപ്പം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും തലശ്ശേരി അതിരൂപതാംഗവുമായ ഫാദർ സാബു കുമ്പുക്കൽ വീട്ടിലെത്തി. മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ഫാദർ സാബു അജ്നയെക്കുറിച്ച് പങ്കുവച്ച വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച ഒരു മോള്, പാപങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു കുഞ്ഞ്. ദേവര കോളേജിൽ ഇതുപോലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച വേറൊരു വിദ്യാർത്ഥി ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഈ കുഞ്ഞിനോട് ചെയ്തു എന്ന് ഒത്തിരിയേറെ പേര് പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രോഗബാധിതയായ നിമിഷം മുതൽ അവസാന ശ്വാസം വരെ ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും ഈ ഒരു ചോദ്യം ചോദിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, അത് അജ്നയാണ്. അവള് പറഞ്ഞു, അച്ഛാ, ഈ ഒരു രോഗവും വേദനയും, ഞാൻ ഓപ്പറേഷന് പോവാണ് അടുത്ത ദിവസം, അത് ഭേദപ്പെട്ട് ഞാൻ സുഖപ്പെട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ഈശോയെ കുറിച്ച് തന്നെ പറയും, ഈശോയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിച്ച് ജീവിക്കും. ഇനി ആ അസുഖം ഭേദമാകുന്നില്ല, ഇത് ഈശോ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി എനിക്ക് ഇടയാക്കുന്ന എന്നെ മരണകാരണമായ ഒരു രോഗമാണെങ്കിൽ ഞാൻ ഈശോയുടെ അടുത്ത് മരിച്ച് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ടും ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കുകയും നന്ദി പറയുകയും ചെയ്യും. കാരണം എന്റെ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരു പരാതിയില്ല. ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ പുഞ്ചിരിയോടുകൂടി യാതൊരുവിധ പരാതിയും കൂടാതെ, മനസ്സ് പതറാതെ അവസാനം വരെ നേരിടാൻ അജ്നയെ സഹായിച്ചത് ദിവ്യകാരുണ്യ ഈശോയോടുള്ള അവളുടെ കുഞ്ഞുനാള് മുതലുള്ള ആഴമേറിയ ബന്ധമാണ്. ഈ ചാപ്പലിലാണ് കോളേജിൽ പഠിച്ച കാലം അത്രയും എല്ലാ തിങ്കളാഴ്ചയും ഉച്ചക്കത്തെ ബ്രേക്കിന് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ഇവിടെ പ്രാർത്ഥനയ്ക്ക് അജ്ന കൊണ്ടുവന്നിരുന്നത്. ജീസസ് യൂത്തിലെ കുട്ടികൾ തിങ്കളാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അജ്ന അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുണ്ടാവും. ഈ ചാപ്പലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ബ്രേക്കിന് ചാപ്പലിൻ്റെ ഏറ്റവും പുറകിൽ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു 10 മിനിറ്റെങ്കിലും വ്യക്തിപരമായി ദൈവികാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കുക, ആ ബന്ധത്തിലായിരിക്കുക എന്നുള്ളത് അവളുടെ ഒരു മുടങ്ങാതെ നടത്തുന്ന ഒരു പതിവ് ശൈലിയായിരുന്നു. പലപ്പോഴും ഈ ചാപ്പലിൽ പുറകിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കാണുവാൻ ഇടവന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കരുത് എന്നുള്ളത് അവളുടെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചയമായും എനിക്ക് പറയാൻ സാധിക്കും, അവളുടെ ജീവിതത്തിലുണ്ടായ ഈ സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ, മനസ്സ് പതറാതെ തളരാതെ അവസാനം വരെ അതിനെ നേരിടാൻ, ഒരു പരാതിയുമില്ലാതെ നേരിടാൻ അവളെ സഹായിച്ചത് ദിവ്യകാരുണ്യ ഈശോയോടുള്ള അവളുടെ കുഞ്ഞുനാൾ മുതലുള്ള ആഴമേറിയ ബന്ധമാണ്. അത് ജീവിതത്തിൽ ഒത്തിരിയേറെ കൂട്ടുകാരോ കോളേജിൽ അടിച്ചുപൊളി ലൈഫോ ഒക്കെ വന്നപ്പോഴും അവനിടയ്ക്ക് ഈശോയുമായി ആ ബന്ധം നിരന്തരം പുലർത്തിക്കൊണ്ടു പോകുവാൻ അവൾ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ്. അവളുടെ ഈശോയുമായുള്ള ബന്ധം അത് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നെനിക്ക് പറയാൻ സാധിക്കും. ചാപ്പലിന് പുറത്ത് പാവങ്ങളിലേക്കും സമൂഹത്തിൻ്റെ അരികുകളിലുള്ള അവഗണിക്കപ്പെട്ടവരിലേക്കും എല്ലാം ഈശോയിൽ നിന്ന് ലഭിച്ച സ്നേഹം നൽകുന്നതിൽ അവൾ വളരെയേറെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശനിയാഴ്ചകളിൽ ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്ന ജീസസ് യൂത്തിൻ്റെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായി എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അഗതികളുടെ വാർഡിലും ക്യാൻസർ വാർഡിലും എല്ലാം ഉള്ള പാവങ്ങളുടെ കൂടെ അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ടും അവൾക്ക് പാടാനുള്ള കഴിവ് അവിടെ ചെന്ന് അവരെ പാട്ടുകൾ പാടി കേൾപ്പിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ടും ചെലവഴിക്കാൻ അവൾ തയ്യാറായിരുന്നു. ഈശോയിൽ നിന്ന് കിട്ടിയ ആ മാധുര്യമുള്ള സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലും അവൾ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു.
ഇത്തരത്തിൽ തീർച്ചയായിട്ടും ദിവികാരുണ്യത്തിൻ്റെ വിശുദ്ധനായ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കാർലോ അക്വിറ്റസിൻ്റെ ഒരു കുഞ്ഞു സഹോദരി നമ്മുടെ ഈ നാട്ടിലും ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിൽ, അത്തരത്തിൽ അച്ഛനെ ഓർത്തെടുക്കുന്നതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. അവളെ പരിചയപ്പെടാൻ ആയതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. ഉച്ചസമയത്തെ വിശ്രമവേളയിൽ കോളേജിന് മറുവശത്തുള്ള മൊനാസ്ട്രി ചാപ്പലിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലിരിക്കുന്നത് അജ്നയുടെ ഒരു ശീലമായിരുന്നു. തേവര കോളേജിൽ ഞാൻ PGക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ബാച്ചായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അവസാന സമയം വരെ അവളുടെ കൂടെ നടക്കാൻ, അവളുടെ ഒപ്പം ഉണ്ടാകാനും ദൈവാനുഗ്രഹം തന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഒരു സമയത്ത് ഞാനും സാബുച്ചനും കൂടി ആ ദിവസം ഞാനും സാബുച്ചനും കൂടി പോയി. അന്ന് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൊട്ടിക്കരയും, എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് ഇങ്ങനെ തന്നതെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോയത്. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത്രയേറെ നന്മയുള്ള, വിശുദ്ധിയുള്ള, ഈശോയോട് അത്രയും ചേർന്നിരിക്കുന്ന കുട്ടി. അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ വളരെ വ്യത്യസ്തമായ, എന്നും അവൾ എങ്ങനെയാണോ ചിരിച്ചുകൊണ്ടിരിക്കണത് അതുപോലെ തന്നെയായിരുന്നു അവൾ നിന്നിരുന്ന വീട്ടിൽ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അടുത്തിരുത്തി അപ്പയമ്മയൊക്കെ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞ് കണ്ണീര് ഉടക്കി അപ്പയമ്മ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സ്നേഹത്തോടെ അടുത്തിരുത്തി ഞങ്ങൾ കുറേ സംസാരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണതിന് 2 ദിവസം മുമ്പ് വരെ ഞാൻ പോകുമ്പോഴും ആ സ്നേഹമായിരുന്നു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അവളുടെ മുഖം ഇങ്ങനെ വികൃതമായിക്കൊണ്ടിരുന്നു. ഈ ഒരു ഭാഗം മുഴുവനും അവസാന സമയത്ത് എന്നപ്പോൾ വലിയൊരു ഓട്ടമായിരുന്നു. പലപ്പോഴും ഹൃദയം തേങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെന്ന്. കോളേജിൽ ഫൈനൽ ഇയർ ആയപ്പോൾ ടൂറിന് പോകുമായിരുന്നു ഹൈദരാബാദിലേക്ക്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വിളിച്ചു, അജ്ന നീയും കൂടെ വാ ടൂറിന്, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞൊരൊറ്റ കണ്ടീഷൻ ഇതാണ്, ഞാൻ വരാം, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി തരാമോ. എന്നിട്ട് ആ കൂട്ടുകാർ ഇവൾ കൂടെ വരാനുള്ള ആഗ്രഹം കൊണ്ട് കുർബാന അവിടെ ഒരുക്കി ഹൈദരാബാദിൽ. അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് ഈ കൂട്ടുകാരും ഇവളും കൂടെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അജ്ന എന്ന ഒറ്റ വ്യക്തി കൊണ്ട് മാത്രമാണ് ജീസസ് യൂത്ത് തേവര SHൽ പടർന്ന് പന്തലിക്കാൻ ഇടയായത്. വിശുദ്ധിയുടെ പരിമളം പരത്തിയ അജ്ന എന്ന യഥാർത്ഥ ജീസസ് യൂത്തിലൂടെയാണ് ജീസസ് യൂത്ത് മിനിസ്ട്രിയെക്കുറിച്ചും ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അക്രൈസ്തവരായ സഹോദരിമാർ പോലും അറിഞ്ഞു തുടങ്ങിയത്. അജ്നയുമൊത്തുള്ള പല അനുഭവങ്ങളും ജീസസ് യൂത്ത് അംഗങ്ങൾക്ക് ഇന്നും മറക്കാനാവാത്തതാണ്. ഇപ്പോൾ ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആയിട്ട് കൂടി എനിക്ക് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ചേച്ചിയുടെ അങ്ങനെ നമുക്ക് ആർക്കും റിപ്പൽ ചെയ്യാൻ പറ്റാത്ത ചിരിയും അതിലുപരി മനസ്സിലുള്ള നന്മയും അതൊരിക്കലും നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. പിന്നെ ചേച്ചിയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയും അത് തന്നെ ആയിരിക്കണം നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടും നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഓരോരുത്തരും സംസാരിച്ചു അവരെത്രത്തോളം ചേച്ചിയോട് ക്ലോസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പഠിപ്പിച്ച അധ്യാപകരാവട്ടെ, കൂടെ മ്യൂസിക് മിനിസ്ട്രിയിലുള്ളവരാവട്ടെ, ഇപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എന്നെ പോലുള്ളവരാവട്ടെ, ആരാണെങ്കിലും ചേച്ചി എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ആ ഒരു പ്രാർത്ഥന, ചേച്ചിയുടെ ദൈവവിശ്വാസം അതൊക്കെയാണ് നമ്മളിലേക്കും അത് പകർന്നു കിട്ടിയ ഒരു തരം റേഡിയേഷൻ പോലെ കിട്ടി നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റുന്നത്. അജ്ന എന്ന ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ പലപ്പോഴും അസാധാരണമായ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വളർത്തിയ ഒരാളായിരുന്നു. എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പുള്ള സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അജ്ന. അവൾ ഈശോയെ കണ്ടുമുട്ടി ദിവ്യാരണത്തിലൂടെ, അതിന് യാതൊരു സംശയമില്ല. അവർ ഒരുമിച്ച് ഈശോയായിട്ട് ഒരു ബന്ധം, സംസാരിക്കുന്ന ഒരു ബന്ധം പുലർത്തിയിരുന്നു. അപ്പോഴാൾ പ്രാർത്ഥന മുടക്കാറില്ല, ജപമാല മുടക്കാറില്ല, കുർബാന മുടക്കാറില്ല. ഇങ്ങനെ വിശുദ്ധ ജീവിതം അപ്പോഴും നയിക്കുന്നു. ഓരോ സിറ്റുവേഷൻ ഡൗൺ ആകും തോറും ആൾ വിശുദ്ധിയിൽ കൂടെ കൂടുതൽ ഇങ്ങനെ ഈശോയിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ തിരുസഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് നാളുകൾ നീളുന്ന സങ്കീർണമായ പഠനങ്ങൾക്കും സൂക്ഷ്മ പരിശോധനകൾക്കും ശേഷമാണ്. വിശുദ്ധമായ ജീവിതം നയിച്ച അജ്നയെ തിരുസഭയുടെ അൾത്താര വണക്കത്തിന് പ്രതിഷ്ഠിക്കണമെങ്കിൽ വർഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കണമെന്നും അജ്നയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ തയ്യാറാക്കി വരികയാണെന്നും അജ്നയുടെ ഭവനം സന്ദർശിക്കുകയും ഖബറെടുത്തെങ്കിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്ത വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറയുന്നു. അജ്നയെ ഞാൻ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ വർഷം
2021 ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്. അവരുടെ ഇടവകയിൽ ജൂബിലി സമാപനവും ഇടവക പ്രഖ്യാപനവും പ്രമാണിച്ച് ദിവ്യബലി അർപ്പിക്കുവാൻ ഞാൻ ചെന്നിരുന്നു. ദിവ്യബലിക്ക് ശേഷം വികാരി അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, സുഖമില്ലാത്ത കുട്ടിയാണ്, അവൾക്ക് ഒരു മെമൻറ്റോ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അതിനെ വന്ന് എൻ്റെ കയ്യിൽ നിന്നും മെമൻറ്റോ സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതാണ് ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുവാനായിട്ടുള്ള അവസരം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിലെ തിരുസാന്നിധ്യത്തോടുള്ള അനിതര സാധാരണമായ ഭക്തിയും വിശ്വാസവും അതിനെ ഒരു തീക്ഷ്ണമതിയായ പ്രേക്ഷിതയാക്കി മാറ്റി. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിത അനേകം യുവജനങ്ങൾക്ക് പ്രചോദനവും ഉത്തേജനവും നൽകുന്ന ഒരു ജീവിതമായിരുന്നു അജനയുടേത്. എത്രയും വേഗം അൾത്താരയുടെ ബഹുമതിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. സഭാ നിയമം അനുസരിച്ച് മരിച്ച് ഉടനെ തന്നെ അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കാൻ പാടില്ല, ഏതാനും വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ജീസസ് യൂത്തുകാർ എന്നെ കാണാൻ വന്നിരുന്നു. അവർ ഈ കാര്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അത് അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കോഴ്സ് എടുക്കണമെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യണം. നമുക്ക് അതിനുള്ള പ്രാരംഭ നടപടികളായിട്ട് ഡോക്യുമെൻറ്റേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു യജ്ഞം ആരംഭിക്കാം. ആരിൽ നിന്നെല്ലാം വിറ്റ്നസ്സസ് കിട്ടുന്നുവോ അതെല്ലാം നമുക്ക് ശേഖരിച്ച് ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകാം. ദൈവം കനിഞ്ഞ് തൻ്റെ ദാസിക്ക് ഈ ഒരു അനുഗ്രഹം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് വേണ്ടി അജനയോട് പ്രാർത്ഥിക്കണമെന്നാണ്. കുഞ്ഞുനാൾ മുതൽ പ്രത്യേകിച്ച് ജീസസ് യൂത്ത് കാലയളവിൽ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ പ്രഘോഷിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷവും ഭാഗ്യവുമായി കരുതുന്നുവെന്ന് പറഞ്ഞ അജനയുടെ വീഡിയോ അജനയുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. കോളേജ് ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ജീസസ് യൂത്തിന് ഉണ്ടായിരുന്ന ഭാഗം വളരെ വലുതാണ്. ജീസസ് യൂത്തിലൂടെ ഈശോനെ വളർത്തിയത് ചില്ലറയൊന്നുമല്ല, ഒത്തിരിയാണ്. കോളേജ് ജൈവയിൽ വന്നേ പിന്നെ പറയുകയാണെങ്കിൽ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്ത് ജീവിക്കുന്ന ഒരു പറ്റം അടിപൊളി പിള്ളേർ, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നുമല്ല ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈശോനെ കൊണ്ടുപോകണം. ഫുൾ ടൈം ഈശോയുടെ ഡിസിഷൻ ചോദിക്കുന്നു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്നു. അത് തന്നെ എല്ലാവർക്കും കൂടുതൽ നന്മകൾ ചെയ്യാനൊക്കെ ജീസസ് യൂത്തിലൂടെ പറ്റണം. പിന്നെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ടാലൻറ്റ് എൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടന്നതിന് ഈശോ എടുത്ത് ഉപയോഗിച്ചത് ജീസസ് യൂത്തിലൂടെ ആയിരുന്നു. ജീസസ് യൂത്തിൽ വന്നേ പിന്നെ മ്യൂസിക് മിനിസ്ട്രിയിൽ ഒരു പാർട്ടാവാൻ എനിക്ക് പറ്റി. തൈക്കൂടം വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളി സെമിത്തേരിയിലാണ് അജനയെ സംസ്കരിച്ചത്. ക്യാൻസർ മൂലം മുഖത്തിന്റെ വിരൂപമായ ഇടതുവശം പഞ്ഞികൊണ്ട് മറച്ചുവെച്ചിരുന്നു. എന്നാൽ അവളുടെ സുഹൃത ജീവിതവും ആത്മാവിന്റെ വിശുദ്ധിയും ആർക്കും മറച്ചുവെക്കാൻ സാധ്യമായിരുന്നില്ല. അവളുടെ മുഖം അവസാന ദിവസങ്ങളിൽ വിരൂപമാക്കാൻ ക്യാൻസർ രോഗത്തിന് കഴിഞ്ഞിരിക്കാം. എന്നാൽ അവളുടെ ജീവിത വിശുദ്ധിക്ക് പരിക്കേൽപ്പിക്കാൻ ഒരു പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് നിസ്തർക്കമാണ്. അജനയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന തൈക്കൂടം വിശുദ്ധ റാഫേൽ മാലാഖ പള്ളി സെമിത്തേരിയിലെ കബറിടത്തിങ്കൽ വരും നാളുകളിൽ അനേകർ അജനയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാനായി വരുമെന്ന് ഉറപ്പാണ്. ക്രിസ്തുവിനായി ജീവിച്ച് ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ ഭക്തയായി വരാപ്പുഴ അതിരൂപതയിലെ
ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അജ്ന കേരള സഭയിൽ നിന്ന് അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാനായി നമുക്കും പ്രാർത്ഥിക്കാം.